മനുഷ്യനുണ്ടായ സമയം മുതൽ തന്നെ ബഹിരാകാശത്തേക്കുള്ള നിരീക്ഷണമെന്ന് പറയുന്നത് ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നും നമ്മളെ ആയിട്ട് കാത്തിരിക്കുന്നത്. അതായത് മനുഷ്യനുണ്ടായത് മുതൽ തന്നെ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്ന ഒരുപാട് അത്ഭുതങ്ങൾ, നമ്മളിന്ന് കാണുന്ന ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളടക്കം എല്ലാം അവനൊരു അത്ഭുതമായിരുന്നു. ബഹിരാകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ബഹിരാകാശത്തേക്കുള്ള നിരീക്ഷണങ്ങളും ഒരുപാട് തരത്തിലുള്ള കാഴ്ചകളെയാണ് നമുക്ക് മുന്നിലേക്ക് വെച്ച് തരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കാണാൻ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളുമാണ് ബഹിരാകാശത്തുള്ളത്. ഈ ബഹിരാകാശത്ത് നടക്കുന്ന ഓരോ ഇവൻറ്റുകളെ പറ്റി നമുക്കറിയാം. അതായത് നമ്മൾ കാണുന്ന എക്ലിപ്സുകൾ. നമുക്കറിയാം 2 തരത്തിലുള്ള എക്ലിപ്സുകളുണ്ട്. ഒന്ന് ലൂണാർ എക്ലിപ്സും മറ്റൊന്ന് സോളാർ എക്ലിപ്സും. ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ഗ്രഹണങ്ങൾ, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇവൻറ്റുകൾ സ്പേസിൽ നടക്കുന്നുണ്ട്. നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഹാലീസ് കോമറ്റാണ്. ഹാലീസ് കോമറ്റ് അഥവാ ഹാലിയുടെ വാൽനക്ഷത്രം. ഇത് നമ്മൾ കാണുന്നത് 75 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. അതായത് ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെടുന്നത് 1986 അതിനുശേഷം ഇനി ഹാലിയുടെ വാൽനക്ഷത്രം വരാൻ പോകുന്നത് 2061 ഈ ഒരു ഹാലിയുടെ വാൽനക്ഷത്രം നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണാൻ കഴിയും. പക്ഷേ ഇനി വരാൻ പോകുന്ന ഈ ഒരു ഇവൻറ്റിനെ നമ്മളിൽ പല ആളുകളും കാണണമെന്നില്ല. കാരണം അത്രയും കാലം നമ്മൾ എത്ര പേര് ആ സമയത്തുണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നാൽ ഇതിന് ശേഷം പിന്നീട് ഈ ഒരു ഇവൻറ്റ് വരുന്നത് 2104 ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മളാരും തന്നെ ഉണ്ടാവില്ല. അതായത് അന്ന് ഈ ഒരു നക്ഷത്രത്തെ കാണാൻ പോകുന്നത് തികച്ചും പുതിയ ഒരു തലമുറ തന്നെയാവും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് പ്ലൂട്ടോയുടേതാണ്. പ്ലൂട്ടോ എന്ന് പറയുന്നത് നമ്മളെ സൗരയൂഥത്തിൽ തന്നെയുള്ള ഒരു ഗ്രഹമാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹമാണ്. എന്നാൽ ഇന്ന് പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല, ഒരു കുള്ളൻ ഗ്രഹ പട്ടികയിലാണ് ഇപ്പോൾ പ്ലൂട്ടോ ഉള്ളത്. പ്ലൂട്ടോ നമുക്കറിയാം, നമ്മുടെ ഭൂമിയൊക്കെ സൂര്യനെ ചുറ്റുന്നത് പോലെ തന്നെ പ്ലൂട്ടോയും സൂര്യനെ ചുറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അതായത് നമ്മളൊരു വർഷമെന്ന് പറയും. എന്നാൽ ഇതേ നമ്മൾ ഭൂമിയിലെത്തത് കണക്കാക്കി പ്ലൂട്ടോയെ നോക്കുന്ന സമയത്ത് പ്ലൂട്ടോ സൂര്യനെ ചുറ്റാനെടുക്കുന്നത് 248 വർഷമാണ്. നമ്മൾ പ്ലൂട്ടോയെ കണ്ടെത്തുന്നത് 1930 ഇനി പ്ലൂട്ടോ ഒരു തവണ സൂര്യനെ വലം വെക്കുന്നത് 2178 അതായത് ആ ഒരു സമയത്ത് നമ്മളാരും തന്നെ ഭൂമിയിലുണ്ടായിരിക്കില്ല. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർനോവയാണ്. സൂപ്പർനോവ എന്ന് പറയുന്നത് നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു മുളക് പൊടിയല്ല. സൂപ്പർനോവ എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യത്തെയാണ് നമ്മൾ സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. അതുപോലുള്ള ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യമാണ് അടുത്തതായി നമുക്ക് കാണാൻ കഴിയാത്തൊരു ഇവൻ്റ് എന്ന് പറയുന്നത്. അത് ഏത് നക്ഷത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ നിന്നും 643 പ്രകാശവർഷം അകലെ നിൽക്കുന്ന നമ്മൾ ഓരോ നക്ഷത്രഗണത്തിൽ പെടുന്ന ഓരോ നക്ഷത്രഗണം എന്ന് പറയുന്നത് നമ്മൾ വേട്ടക്കാരൻ നക്ഷത്രമെന്ന് കേട്ടിട്ടുണ്ടാവും. നമ്മൾ വേട്ടക്കാരൻ അമ്പ് ചെയ്യുന്നൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നക്ഷത്രത്തെ യോജിപ്പിച്ച് വരക്കുന്ന സമയത്ത്. അതിൽ തന്നെ ഏറ്റവും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന, അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും ബ്രൈറ്റായ ഒരു നക്ഷത്രം, അതിൻ്റെ പേരെന്ന് പറയുന്നത് ബീറ്റിലിജ്യൂസ്. മലയാളം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രം. ഈ ഒരു നക്ഷത്രമാണ് അടുത്ത 5 ലക്ഷം വർഷത്തിനുള്ളിൽ സൂപ്പർനോവ എന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഭൂമിയിൽ നിന്നും വളരെ വിസിബിളായിട്ട് കാണാനും ഭൂമിയിൽ അത് എഫക്റ്റ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സംഭവിക്കുന്ന ബീറ്റിലിജ്യൂസ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും 643 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രമാണ്. ഇതിനെ നമ്മൾ നിയർ എർത്ത് സൂപ്പർനോവ എന്നാണ് വിളിക്കുന്നത്. അത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് 30 മുതൽ 1000 പ്രകാശവർഷം വരെ അകലത്തിൽ ഒരു സൂപ്പർനോവ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ നിയർ എർത്ത് സൂപ്പർനോവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഈ ഒരു സൂപ്പർനോവയും നിയർ എർത്ത് സൂപ്പർനോവയാണ്. ഇത് നമ്മൾ ബാക്കിലുള്ള 1 കോടി വർഷങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നടന്ന സൂപ്പർനോവകളെ, നിയർ എർത്ത് സൂപ്പർനോവകളെ നോക്കുന്ന സമയത്ത് വെറും 20 സൂപ്പർനോവകൾ മാത്രമാണ് നിയർ എർത്തായിട്ട് ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ വളരെ റെയറായിട്ടുള്ള ഒരു ഇവൻ്റാണ് നിയർ എർത്ത് സൂപ്പർനോവ എന്ന് പറയുന്നത്. അത് ഇനിയൊരു 5 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബീറ്റിലിജ്യൂസ് അഥവാ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രത്തിനാണ് അടുത്തതായി ആ ഒരു സൂപ്പർനോവ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രകാശമേറിയ, നമ്മുടെ സൂര്യൻ കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രകാശമേറിയ മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത്
കോണിക് മജോറിസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടാവും കൂടുതൽ ആളുകളും കേൾക്കുന്നത്. ഈ ഒരു നക്ഷത്രം ഏകദേശം ഭൂമിയിൽ നിന്നും 4082 പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. ഒരുപാട് ദൂരെ നിൽക്കുന്ന ഈ ഒരു വലിയ നക്ഷത്രത്തിനാണ് അടുത്തതായി സൂപ്പർനോവ സംഭവിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഭൂമിയിൽ നിന്നും കുറേ അകലമായതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഈ ഒരു സൂപ്പർനോവയിൽ നിന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം 4982 പ്രകാശവർഷം അകലെയാണ് ഈ ഒരു സൂപ്പർനോവ സംഭവിക്കാൻ പോകുന്നത്. ഭൂമിക്ക് ഈ ഒരു സൂപ്പർനോവ കൊണ്ട് ഒന്നും സംഭവിക്കില്ലെങ്കിലും അതിൽ നിന്നുമുള്ള പൾസ് റേഡിയേഷൻ ഭൂമിയുടെ പോലെ തന്നെ മറ്റെല്ലാ ഗ്രഹങ്ങളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സൂപ്പർനോവ സംഭവിക്കുന്നത് ഇനിയും 1,00,000 വർഷത്തിന് ശേഷമാണ്. അടുത്തൊരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ ചൊവ്വയിൽ നടക്കാൻ പോകുന്നതാണ്. മാർസിൽ നടക്കാൻ പോകുന്ന മറ്റ് ഒരു ഇവൻ്റാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളായിട്ടുള്ള ഫോബോസും ഡയമോസും, ഈ 2 ഉപഗ്രഹങ്ങൾക്കുമാണ് അടുത്തതായി ഇവൻ്റ് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഏകദേശം ഈ ഫോബോസ് എന്ന് പറയുന്ന ഈ ഒരു ഉപഗ്രഹം ഏകദേശം 4.3 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഫോബോസ് എന്ന് പറയുന്നത് ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4.3 കോടി വർഷം കഴിയുമ്പോൾ ഈ ഫോബോസ് എന്ന് പറയുന്ന ഉപഗ്രഹം ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് പതിക്കും. അതുപോലെ തന്നെ ഡയമോസ് എന്ന് പറയുന്ന ഉപഗ്രഹം ഇനി ഒരു 10 കോടി വർഷത്തിന് ശേഷം ചൊവ്വയിൽ നിന്നും ഒരുപാട് അകന്നു പോയി ചൊവ്വയുടെ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും അത് മാറിപ്പോകും. ഒരു ദിവസം നിങ്ങളെല്ലാവരും രാവിലെ നോക്കുന്ന സമയത്ത് 2 സൂര്യനെ കാണുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു സൂര്യൻ കൂടി നമ്മുടെ സൗരയൂഥത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുണ്ടെങ്കിലും വളരെ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജീലീസ് 710 എന്ന് പേര് നൽകിയിട്ടുള്ള ഓറഞ്ച് ഡോർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഭൂമിയിൽ നിന്നും 1 പ്രകാശവർഷം അകലെ കൂടെയായിട്ട് പാസ് ചെയ്ത് പോകാൻ പോകുന്നത്. ഈ ഒരു ഇവൻ്റ് സംഭവിക്കുന്നത് 13 വർഷത്തിന് ശേഷമാണ്. അതും 1 പ്രകാശവർഷം അകലെ കൂടെ നമ്മുടെ സൗരയൂഥത്തിലെ ഊർദ് ക്ലൗഡ് മേഖലയിലൂടെയാണ് ഈ ഒരു നക്ഷത്രം പാസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ നെപ്റ്റ്യൂണിനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നെപ്റ്റ്യൂണിനെ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. എന്നാലും ഊർദ് ക്ലൗഡ് മേഖലയിൽ നമുക്കറിയാം ഒരുപാട് ഉപഗ്രഹങ്ങളും നക്ഷത്ര വേസ്റ്റുകളും ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്തിനെ ഇത് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവിടെയുള്ള ഈ ഒരു ഉപഗ്രഹങ്ങളെല്ലാം അതവിടെ നിന്നും തള്ളി നീക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നും നീക്കം ചെയ്യുകയോ ചെയ്യും. ഈ പറഞ്ഞ ഇവൻറ്റുകളൊന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന 2 ഇവൻറ്റുകളും വളരെ റെയറായതും അതുപോലെ തന്നെ ഒരുപാട് ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നതും ആകാശം തന്നെ മാറ്റിമറിക്കപ്പെടുന്ന മറ്റ് 2 ഇവൻറ്റുകളെ കുറിച്ചാണ്. ഈ ഇവൻ്റ് നടക്കാൻ പോകുന്നത് 240 കോടി വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ സമയത്ത് നമ്മുടെ ഈ ഒരു ഗാലക്സിയായ മിൽക്കി വേ അഥവാ ആകാശഗംഗ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ ഒരു ഗാലക്സി നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഡോർഫ് ഗാലക്സിയുമായി കൂടിച്ചേരും അല്ലെങ്കിൽ കൂട്ടിയിടിക്കപ്പെടും. 240 കോടി വർഷം കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആ ഒരു ഡോർഫ് ഗാലക്സി ഇത് നമ്മുടെ ഗാലക്സിയിൽ നിന്നും ഏകദേശം 1,60,000 ലൈറ്റ് ഇയർ അകലെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ 1,60,000 പ്രകാശവർഷം അകലെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഗാലക്സിയുടെ പേരെന്ന് പറയുന്നത് ലാർജ് മാഗ്ലാനിക് ക്ലൗഡ് എന്നാണ്. അതായത് നിങ്ങളിതിലെ ലാർജ് എന്ന വാക്ക് കേട്ടിട്ട് ഇത് നമ്മുടെ ഗാലക്സിയെക്കാട്ടിലും വലുതാണ് എന്ന് വിചാരിക്കണ്ട. നമ്മുടെ ഗാലക്സിയെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ ചെറിയൊരു ഗാലക്സിയാണ് ഈ ഒരു ഡോഫ് ഗാലക്സി എന്ന് പറയുന്നത്. ഈ ഒരു ഗാലക്സിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7000 പ്രകാശവർഷമാണ്. അതേസമയം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ നമ്മളെടുക്കുന്ന സമയത്ത് മിൽക്കിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 1,05,700 പ്രകാശവർഷമാണ്. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗാലക്സിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ 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 ചെറിയൊരു ഗാലക്സിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മാഗ്ലാനിക് ക്ലൗഡ് എന്ന് പറയുന്ന ഗാലക്സി. ഇനിയും നിങ്ങളൊരു 450 കോടി വർഷം കൂടിയും കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഇവൻ്റാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും അതുപോലെ തന്നെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൻഡ്രോമിഡ ഗാലക്സിയും തമ്മിൽ വലിയൊരു കൂട്ടിയിടി ഉണ്ടാവും. ഇത് നമുക്കറിയാം ആൻഡ്രോമിഡ ഗാലക്സി ഇപ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും 25 ലക്ഷം പ്രകാശവർഷം അകലെയാണ് നിൽക്കുന്നത്. ഇത് തമ്മിലുള്ള കൂട്ടിയിടി എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്പേസ് ഇവൻ്റ് തന്നെയാവും. അതായത് നമ്മുടെ യൂണിവേഴ്സ് ആകെ മാറിമറിയും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അല്ലെങ്കിൽ വളരെ സാവധാനം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്പേസ് ഇവൻറ്റുകളെല്ലാം. എന്നാലും ഈ ഒരു ആൻഡ്രോമിഡ ഗാലക്സിയും നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയും തമ്മിലുള്ള കൂട്ടിയിടി എന്ന് പറയുന്നത് വളരെ വളരെ റയറായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ ആൻഡ്രോമിഡ ഗാലക്സിയുടെ
ഡയമീറ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,20,000 പ്രകാശവർഷമാണ് ആൻഡ്രോമീഡ ഗാലക്സിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇവൻറ്റിന് പ്രത്യേകതയുണ്ട്. അതായത് ഈ ഒരു ഇവൻ്റ് ഒരിക്കലും നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയില്ല. കാരണം അത്രയും വർഷമാകുമ്പോഴത്തേക്കും ഭൂമി ഉണ്ടായിരിക്കുകയില്ല. നമുക്കറിയാം ഇനിയൊരു 4.5 കോടി വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ വലുതാകാനായി ആരംഭിക്കും. അതായത് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്നും സൂര്യൻ വലുതാവാനായി ആരംഭിക്കും. ഈയൊരു വികാസം നമ്മുടെ 3 ഗ്രഹങ്ങളായിട്ടുള്ള മെർക്കുറി, വീനസ്, അതുപോലെ തന്നെ എർത്ത്, നമ്മുടെ ബുധനെയും ശുക്രനെയും ഭൂമിയെയും ഈയൊരു വിസ്തീർണം അപ്പോഴത്തേക്കും മൂടിയിട്ടുണ്ടാവും. ഇതിനുശേഷം ഏകദേശം 700 കോടി വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ സൂര്യൻ പൂർണ്ണമായും നമ്മുടെ പ്രപഞ്ചത്തിനെ മൂടി കഴിയും. അതുകൊണ്ട് തന്നെ ഈയൊരു ഇവൻ്റ് നമുക്ക് ഭൂമിയിൽ നിന്നും ഒരിക്കലും കാണാൻ കഴിയില്ല. ഇതേ സമയം നമ്മൾ നോക്കുന്ന സമയത്ത് ഭൂമിയിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, മറ്റു 2 ഗ്രഹങ്ങളായിട്ടുള്ള മറ്റ് 2 ഗ്രഹങ്ങളായിട്ടുള്ള ജൂപ്പിറ്ററും സാറ്റേണും ഇതിൻ്റെ 2ൻ്റെയും ഉപഗ്രഹങ്ങളിൽ മാത്രമായിരിക്കും അന്ന് ജീവനുള്ള സാധ്യത. ഇങ്ങനെയുള്ള ഒരുപാട് ഇവൻറ്റുകൾ നമ്മുടെ ബഹിരാകാശത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് നമുക്കൊരിക്കലും വിസിബിളായി കാണാൻ പറ്റാത്ത വളരെ റെയറായിട്ടുള്ള കുറച്ച് ഇവൻറ്റുകൾ മാത്രമാണ്. ഇനി അടുത്തതായി നമ്മൾ സാക്ഷിയാകാൻ പോകുന്ന മറ്റൊരു ഇവൻ്റ് എന്ന് പറയുന്നത് മാർസിൽ നമ്മൾ കോളനീകരിക്കുന്നതാണ്. ഇതും നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. 2070 ആകുമ്പോഴത്തേക്കും മാർസ് ഫുള്ളായിട്ട് കോളനി വൽക്കരിക്കും എന്നാണ് നമ്മുടെ സ്പേസ് എക്സിൻ്റെ CEO ഇലോൺ മസ്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം മാർസിലേക്കുള്ളൊരു യാത്രക്കായി. ഈ പറഞ്ഞതിൽ ഏത് ഇവൻ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഇവൻ്റ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിനും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ബൈ.